അപ്പം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ എന്തുകൊണ്ടാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുസ്ലിം നാമധാരികളായ പിമാർ കുറയുന്നത്? കേരളത്തിൽ എന്തുകൊണ്ടാണ് ലീഗിനൊരു സീറ്റ് കൂടി കൊടുക്കാത്തത്? അഞ്ചാം മന്ത്രി വിവാദമടക്കം നമ്മുടെ മനസ്സിൽ നിൽക്കുന്നത് കൊണ്ടും ആ രാഷ്ട്രീയ ഓർമ്മയിൽ നിൽക്കുന്നത് കൊണ്ടുള്ള ഒരു ഭയമാകാൻ സാധ്യതയുണ്ടോ ഉണ്ണി ബാലകൃഷ്ണൻ? അല്ല, നിശ്ചയമായും അഞ്ചാം മന്ത്രി എന്ന് പറയുന്നത് വലിയൊരു പ്രതിസന്ധി തന്നെയാണ് കോൺഗ്രസിന് ഉണ്ടാക്കിയിരുന്നത്. കോൺഗ്രസിൻ്റെ ഈ പറയുന്ന ലീഗിൻ്റെ ആധിപത്യമുണ്ടായി. അതിനു കൂടാതെ കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടിയുമായി ബന്ധപ്പെട്ട് ഒരു അത് മതന്യൂനപക്ഷങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു മുന്നണി എന്നുള്ളൊരു ഇമേജ്, അവരുടെ ആധിപത്യം എന്നുള്ളൊരു ഇമേജ് യഥാർത്ഥത്തിൽ UDFൻ്റെ ഈ പറയുന്ന ഹിന്ദു സപ്പോർട്ട് എന്ന് പറയുന്നതിനകത്ത് വളരെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് അതിനകത്ത് ഈ അഞ്ചാം മന്ത്രി വന്നതിനകത്ത് ഹിന്ദു സപ്പോർട്ട് മാത്രമല്ല, കേരള കോൺഗ്രസിന് വലിയ എതിർപ്പാണ് ഉണ്ടായിരുന്നത്. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് വലിയ എതിർപ്പുണ്ടായി. ഒപ്പം തന്നെ ഹിന്ദു വിഭാഗങ്ങൾക്കും വലിയ എതിർപ്പുണ്ടായി. അതിന് അവർക്ക് വലിയൊരു വില കൊടുക്കേണ്ടി വന്നു. അപ്പോൾ അത് സ്വാഭാവികമായി അവരുടെ കൈ പൊള്ളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ലീഗിൻ്റെ ആധിപത്യം എന്ന് പറയുന്നത് ഒന്ന് ആലോചിച്ച്, കോട്ടയത്ത് വെച്ച് പ്രഖ്യാപിക്കുകയാണ് ഹൈദരാലി തങ്ങൾ അഞ്ചാം മന്ത്രി എന്നുള്ളത്. ആ രീതിയിലാണ് ആ പ്രഖ്യാപനം നടന്നത്. മഞ്ഞളാംകുഴി അലിയെ കൊണ്ടുവരുന്നത്. പിന്നെ ഇവിടെ ഈ പറഞ്ഞൊരു പ്രശ്നം വെച്ചാൽ ഈ അവിടെയാണ് അതിൻ്റെ ഒരു പ്രശ്നം വരുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രശ്നമാണ്. അതായത് ലീഗ് ഇപ്പോൾ CPMലേക്ക് അല്ലെങ്കിൽ LDFലേക്ക് പൊയ്ക്കളയാമെന്ന് വിചാരിക്കുന്നുണ്ടോ, അഥവാ ലീഗിനെ CPMും LDFും ഉൾക്കൊള്ളാൻ തീരുമാനിച്ചിട്ടുണ്ടോ? ഞാനതിനെ അങ്ങനെ കാണുന്നില്ല. കാരണം എന്താ വെച്ചാൽ, എന്താണ് LDFൻ്റെ ഒരു പ്രത്യേകിച്ച് CPM എന്ന് പറയുന്നത്? കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടിയാണ് CPM എന്ന് പറയുന്നത്. ആ വോട്ട് ബാങ്കാണ് CPMൻ്റെ ഏറ്റവും വലിയ വോട്ടെന്ന് പറയുന്നത്. രണ്ടാമത്, ആ മുന്നണിയിൽ ഇപ്പോൾ കേരള കോൺഗ്രസ് നിൽക്കുന്നുണ്ട്, ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ പ്രതിനിധാനം ചെയ്തുകൊണ്ട്. ഈ ലീഗിനെ ഇങ്ങോട്ടേക്ക് സ്വീകരിച്ച് ആ സമുദായത്തിൻ്റെ പിന്തുണ ആർജിക്കുക എന്നുള്ളതല്ല CPMൻ്റെ രാഷ്ട്രീയ നയം. മറിച്ച് CPMൻ്റെ രാഷ്ട്രീയ നയം എന്ന് പറയുന്നത് ന്യൂനപക്ഷങ്ങൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന സാമൂഹികവും രാഷ്ട്രീയവുമായ പ്രതിസന്ധി ആ ജനതയെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവരുടെ പിന്തുണ ആർജിക്കുക എന്നുള്ളതാണ്. അല്ലാതെ ആ സമുദായത്തെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഇങ്ങോട്ട് എടുത്തു വയ്ക്കുകയാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതുകൊണ്ട് 2026 ഇപ്പോൾ തന്നെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ലീഗിനെ ഞാൻ കാണുന്നില്ല. ലീഗിന് അങ്ങനെ അങ്ങോട്ടേക്ക് ചെന്ന് കയറാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. നേരത്തെ ലീഗിനെ ഉൾക്കൊണ്ടിട്ടില്ലേ എന്ന് ചോദിച്ചാൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ആ LDFൻ്റെ ഒരു പ്രത്യേക കോമ്പിനേഷനകത്ത് ഞാൻ അത് അത്ര എളുപ്പമുള്ളൊരു വഴിയായിട്ട് കാണുന്നില്ല. അവിടെ ഒരു പോയിന്റ് ഞാൻ പറഞ്ഞോട്ടെ. നോക്കൂ, ആ സാഹചര്യം, അതായത് ലീഗ് ഇപ്പോൾ LDFലേക്ക് പോവുക എന്ന ആ സാഹചര്യം പൂർണ്ണമായും നിലനിൽക്കുന്നില്ല. ഉണ്ടെന്ന് നമ്മൾ എന്തിന് വെറുതെ ഒരു തോന്നൽ ഉണ്ടാക്കണം? അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ LDFനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം നിലക്ക് നിലനിൽക്കാം. രണ്ട്, UDFനെ നശിപ്പിച്ചിട്ടാണ് ഈ ലീഗ് അപ്പുറത്തേക്ക് പോയത് എന്ന പഴി കേൾക്കേണ്ടി വരും. അതാർക്കാണ് ഗുണം? അത് ആ സാഹചര്യം ആരാണ് ഉപയോഗിക്കാൻ പോകുന്നത്? മാത്രമല്ല, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ ഇപ്പോൾ ഒറ്റയ്ക്ക് ലീഗ് മത്സരിച്ചാൽ പോലും മലബാറിൽ കോൺഗ്രസിന് ഒരൊറ്റ സീറ്റ് ജയിക്കാൻ കഴിയില്ല. കാസർഗോഡ് മുതൽ പാലക്കാട് വരെ ഒരൊറ്റ സീറ്റിൽ കോൺഗ്രസിന് ജയിക്കാൻ കഴിയില്ല. ലീഗ് 2 സീറ്റുകൾ നേടും, ബാക്കി സീറ്റുകൾ LDF നേടുമെന്നുള്ള അവസ്ഥയാണ്. അതിലൊക്കെ തന്നെയും UDF പക്ഷപാതികളായ ലീഗുകാരുണ്ടാവുമല്ലോ. അവരെ സംബന്ധിച്ചുള്ള ഇപ്പോൾ ഉയർത്തുന്ന വിമർശനത്തെക്കാൾ വലിയ വിമർശനം, ഒരു തിര പോലെ വലിയ വിമർശനം ഉയരുമെന്നുള്ളതാണ്. നേരത്തെ മറ്റൊരു പോയിന്റ് പറഞ്ഞല്ലോ, അതായത് അഞ്ചാം മന്ത്രി മഞ്ഞളാംകുഴി അലി എന്ന് ഹൈദരാലി തങ്ങൾ ഒരു പേപ്പർ നോക്കി വായിച്ചത്. ആ സാഹചര്യം നമ്മൾ ഓർക്കണം. അന്ന് കുഞ്ഞാലിക്കുട്ടി കുഞ്ഞുമാണി എന്ന രീതിയിൽ പ്രചരണം നടക്കുന്ന കാലഘട്ടമാണ്. ഇന്ന് നായർ വിഭാഗക്കാരനായിട്ടുള്ള VD സതീശൻ, ഈഴവ വിഭാഗക്കാരനായിട്ടുള്ള K സുധാകരനാണ് പാർലമെന്ററി പാർട്ടി നേതാവായും പ്രതിപക്ഷ നേതാവായും നിൽക്കുന്നത്. മാത്രമല്ല, കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ പ്രാധാന്യം മുന്നണിയിൽ നശിച്ചുകൊണ്ടിരിക്കുന്നു. ആ സാഹചര്യത്തിൽ ലീഗിന് ഒരു 3ാം ലോക്സഭാ സ്ഥാനം നൽകുന്നതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു 2ാം രാജ്യസഭാ സീറ്റ് കൊടുക്കുന്നതുകൊണ്ടോ ഈ തരത്തിലുള്ള ഒരു പ്രചരണം ഉണ്ടാവില്ല. ഇല്ല, ആ പ്രശ്നമില്ല. കാരണം ചിലപ്പോൾ 2011 ആ സാഹചര്യം ഇപ്പം നിലനിൽക്കുന്നില്ല UDFനെ സംബന്ധിച്ച്. കാരണം ഇപ്പോൾ കേരള കോൺഗ്രസ് പോയി, UDFന് നിശ്ചയമായും 2ാം കക്ഷി എന്നുള്ള നിലയ്ക്ക് ലീഗിൻ്റെ ഈ ആവശ്യത്തെ പരിഗണിക്കാവുന്നേ ഉള്ളൂ. അതിനൊന്നും തർക്കമില്ല. ആൻഡ് ദേ ഡിസേർവ് ഇറ്റ്. അങ്ങനെ തന്നെയാണല്ലോ. Meet the editors.